ശ്രീ നരേന്ദ്രമോദി, നിങ്ങൾക്ക് വിവരില്ലേ എന്താണ് നിങ്ങൾ ഞങ്ങളുടെ ഈ നിത്യജീവിതത്തിൽ ഇങ്ങനെ കൈകടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇത് മൻമോഹൻ സിംഗിന്റെ കാലത്ത്, അതായത് രാഹുൽ ഗാന്ധി വിമർശിച്ച ഈ സംവിധാനം നടപ്പിലാക്കിയ UPA സർക്കാരിന്റെ നിലപാട് ചിദംബരം അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ ജനങ്ങളോട് പറയുന്ന ഒരു ചിത്രമാണിത്. ശ്രീ നരേന്ദ്രമോദി, നിങ്ങൾക്ക് വിവരില്ലേ എന്താണ് നിങ്ങൾ ഞങ്ങളുടെ ഈ നിത്യജീവിതത്തിൽ ഇങ്ങനെ കൈകടത്തിക്കൊണ്ടിരിക്കുന്നത്? അതിനെ നിയന്ത്രിക്കാനും എല്ലാത്തിനും ഉപരി സ്വർണം വാങ്ങരുതെന്നൊക്കെ പറയാനായിട്ട് നിങ്ങൾക്ക് എന്താണ് അധികാരം? നിങ്ങൾ ആരാണ്? ഇതാണ് പ്രബുദ്ധ മലയാളി സമ്പൂർണ്ണ ചാച്ചരത പൊക്കി പിടിച്ച് നടക്കുന്ന കേരളത്തിലെ ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ ഒരു 100 രൂപ ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു കിലോ അരിക്ക് 10 രൂപയാണ്. 10 ദിവസം നമുക്കതിനെ കൺട്രോൾ ചെയ്യണം. അതുകൊണ്ട് ദിവസവും 10 രൂപയ്ക്ക് 1 കിലോ അരി വെച്ച് മേടിക്കണം. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ അതിനുമൊപ്പം നമുക്കൊരു മഞ്ച് കൂടെ കഴിക്കാൻ തോന്നുകയാണ്. അപ്പോൾ എന്താകും? 15 രൂപ നമ്മൾ നൽകേണ്ടി വരും. അപ്പോൾ 10 ദിവസം സേവ് ചെയ്യേണ്ട 10 കിലോ അരി മേടിക്കേണ്ട ആ പണം 6 ദിവസം കൊണ്ട് തീർന്നു പോകും. പക്ഷേ ഇവിടെ മഞ്ച് നമുക്ക് അത്യാവശ്യമാണോ, നിർബന്ധമാണോ? അല്ല. അപ്പോൾ നമ്മളത് ഒഴിവാക്കാം. സോ സിമ്പിൾ. രാജ്യം പറയുന്നത് ഇതാണ്: നമുക്ക് ഇറക്കുമതി ചെയ്യാനുള്ള ആവശ്യമായ, ഇന്ത്യയിലില്ലാത്ത ആവശ്യമായ സാധനങ്ങൾ, അതായത് ഗ്യാസ്, പെട്രോൾ, ഡീസൽ, ക്രൂഡ് ഓയിൽ, അങ്ങനെയുള്ള പലതും മേടിക്കാനുള്ള വിദേശ നാണയത്തിൻ്റെ അളവ് വളരെ കുറവാണ്. മിഡിൽ ഈസ്റ്റിൽ യുദ്ധങ്ങൾ നടക്കുന്ന കാരണം നമ്മുടെ നാണയത്തിൻ്റെ മൂല്യം കുറയുകയും ചെയ്തു. അപ്പോൾ നമുക്ക് ഈ സമയത്ത് അനാവശ്യമായ ഇത്തരം, അതായത് സ്വർണം പോലുള്ള സാധനങ്ങൾ വാങ്ങുന്നത് കുറയ്ക്കേണ്ടി വരും. അത് ഗവൺമെൻറ് ഒരു തരത്തിൽ സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇതെന്തൊരു നാടാണ് ഇത്! സമ്പൂർണ്ണ സാക്ഷരത. മോഡി സർക്കാരും BJP യും അങ്ങനെ പലതും നമുക്ക് തലവേദനയൊക്കെ ഉണ്ട്. അവരെ വിമർശിച്ചാൽ മാത്രം കിട്ടുന്ന സോഷ്യൽ മീഡിയ, മാർക്കറ്റിംഗ് മൈലേജ്, ഇതെല്ലാം നല്ലതാണ്. പക്ഷേ ഈ ഒരു രാജ്യം അത് നമ്മുടെയും കൂടിയാണ്. ഇത്തരം സമയങ്ങളിൽ ഇത്ര നിയന്ത്രണമൊക്കെ ഉണ്ടാകും. അതിൻ്റെ ലോജിക്ക് പോലും ചിന്തിക്കാതെ, മനസ്സിലാക്കാതെ അതിനെ പലരും വിമർശിക്കപ്പെടുന്നത് കാണുമ്പോൾ വളരെ മോശമാണ്. ചെറ്റത്തരം എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. നമ്മൾ വാങ്ങുന്ന ഓയിലുകൾ, അതായത് പെട്രോൾ, ഡീസൽ, ക്രൂഡ് ഓയിൽ, വെജിറ്റബിൾ ഓയിൽസ്, ഗോൾഡ് ഫെർട്ടിലൈസർ, അങ്ങനെ തുടങ്ങിയ വിദേശ ഇറക്കുമതി വൻതോതിൽ ഡോളർ നമ്മൾ നൽകേണ്ടി വരുന്നുണ്ട്. ഓയിലിന് മാത്രമായിട്ട് $134 ബില്യൺ നൽകുന്നുണ്ട് നമ്മൾ. സ്വർണ്ണത്തിനാകട്ടെ 72 ബില്യൺ. അങ്ങനെ ഏകദേശം എല്ലാത്തിനും കൂടി $240 ബില്യൺ നമ്മൾ നൽകുന്നത്. അതാണ് ആവശ്യം നമ്മുടെ. അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ കൺട്രോൾ ചെയ്യാനും സ്വർണ്ണം ഒരു വർഷമെങ്കിലും വാങ്ങാതിരിക്കാനൊക്കെ ഗവൺമെൻറ് പറയുന്നത്. അതായത് അഭ്യർത്ഥിക്കുകയാണ് ഗവൺമെൻറ് മാക്സിമം അനാവശ്യമായ യാത്രകൾ കുറയ്ക്കുക, വിദേശത്തേക്കും പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കുക, പാഴ്സൽ സംവിധാനത്തിന്, റെയിൽ പോലുള്ള ഗതാഗതങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മളൊരു കുറച്ച് കൊണ്ടുവരിക. അങ്ങനെ പാചക എണ്ണയുടെ ഉപയോഗം കുറയ്ക്കുക, കൺട്രോൾ ചെയ്യുക. ഈ കോവിഡ് കാലങ്ങളിൽ നമ്മൾ പല ഓഫീസ് ചർച്ചകളും മീറ്റിങ്ങുകളും എല്ലാം ഓൺലൈൻ മാർഗങ്ങളിലൂടെ നടത്തിയതാണ്. അങ്ങനെ നടത്താൻ കഴിയുമ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി തെളിയിച്ച് കാണിച്ചിരുന്ന നാടാണ് നമ്മളിത്. അപ്പോൾ അതുപോലെ മാക്സിമം അത്തരം യാത്രകളൊക്കെ ഒഴിവാക്കിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇന്ധനം കൺട്രോൾ ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും. അതാണ് രാജ്യം പറഞ്ഞത്, രാജ്യം അഭ്യർത്ഥിച്ചത്. ഇനി നമ്മുടെ കേരളം അഥവാ ഇന്ത്യയിലെ BJP വിരുദ്ധ കൊണ്ട് രാജ്യത്തെ വെറുക്കുന്ന ആളുകൾ മനസ്സിലാക്കിയെടുത്ത് എങ്ങനെയായിരിക്കും? സ്വർണം മേടിക്കരുത്, യാത്ര ചെയ്യരുത്, ജോലി വീട്ടിൽ നിന്ന് ചെയ്യുക, ഓൺലൈനായിട്ട് ചെയ്യുക. ഇനി ഓയിൽ മേടിക്കരുത്, പാചകം ചെയ്യരുത്, പച്ചക്കറി തിന്നരുത്, പണിക്ക് പോകരുത്, വണ്ടി ഓടിക്കാൻ പാടില്ല, പുറത്തിറങ്ങരുത്. കഷ്ടം തന്നെ. എനിക്ക് ഈ BJP സർക്കാരിനെ, മോഡി സർക്കാരിനൊക്കെ ന്യായീകരിക്കേണ്ട ഒരു ആവശ്യമില്ല. ചിലതൊക്കെ നമ്മുടെ രാജ്യത്ത് രാജ്യസ്നേഹത്തോടെ നമ്മൾ ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അവിടെ രാഷ്ട്രീയം കുത്തിക്കയറ്റി ഈ വക കാര്യങ്ങൾ പടർത്തല്ല വേണ്ടത്. ഈ ഒരു വീഡിയോ കണ്ട നിങ്ങൾ, ഇത് മൻമോഹൻ സിംഗിൻ്റെ കാലത്ത്, അതായത് രാഹുൽ ഗാന്ധി വിമർശിച്ച ഈ സംവിധാനം നടപ്പിലാക്കിയ UPA സർക്കാരിൻ്റെ നിലപാട് ചിദംബരം അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ ജനങ്ങളോട് പറയുന്ന ഒരു ചിത്രമാണിത്. 2013 രണ്ടാം UPA സർക്കാർ അന്നത്തെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് നടപ്പിലാക്കുന്നുണ്ട്. വിദേശ നാണയത്തിൻ്റെ അപര്യാപ്തത കൊണ്ടായിരുന്നു അന്ന് ആ സംഭവം നടക്കേണ്ടി വന്നത്. അന്നൊരു യുദ്ധം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് അന്ന് സർക്കാരിൻ്റെ കഴിവുകേടായിരുന്നു എന്ന് നിങ്ങൾ സമ്മതിക്കുമോ? ഇല്ലല്ലോ. പിന്നെ 91 ഇന്ത്യയുടെ കയ്യിൽ 2 ആഴ്ച നീങ്ങാനുള്ള വിദേശ ഫണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കയ്യിലുണ്ടായിരുന്ന 47 ടൺ സ്വർണം രാജ്യം പാപ്പരാകാതിരിക്കാനായിട്ട് ഇംഗ്ലണ്ട് പോലുള്ള ബാങ്കുകളിൽ പണയം വെച്ച ചരിത്രം പോലുമുണ്ട് ഇന്ത്യക്ക്. 62 കോൺഗ്രസ് ഭരണകാലത്ത് മൊറാർജി ദേശായി ഗോൾഡ് കൺട്രോൾ ആക്ട് കൊണ്ടുവരുന്നുണ്ട്. അതെന്തിനായിരുന്നു? കാരണം അക്കാലത്ത് ഇന്ത്യ ചൈന യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. യുദ്ധത്തിന് പണം ആവശ്യമായി വന്നപ്പോൾ അന്ന് ജനങ്ങളോട് സർക്കാരിലേക്ക് സ്വർണം നൽകാൻ പോലും ആവശ്യപ്പെട്ട് സർക്കാർ നടന്നൊരു രാജ്യമാണിത്. അപ്പോൾ ആവശ്യമില്ലാത്ത അഥവാ അനാവശ്യമായ ചെലവുകൾ ചുരുക്കി വരാനിരിക്കുന്ന ക്രൈസിസിനെ തടയാൻ ശ്രമിക്കുകയാണ് സർക്കാർ. അത് ഇനി ഏത് സർക്കാരാണെങ്കിലും ഇതെല്ലാം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിനൊപ്പം നിൽക്കേണ്ടത് നമ്മുടെ ചുമതലയും കൂടിയാണ്. ഇത് നമ്മുടെ രാജ്യമാണ് പ്രതിസന്ധിയിലേക്ക് പോകുന്നത്, തടയാൻ ശ്രമിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇതിപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ സ്വർണ്ണത്തോടുള്ള അത്യാർത്തി, അല്ലെങ്കിൽ BJP ഭരണത്തെ വിമർശിക്കാൻ വേണ്ടി, വിരുദ്ധ കാണിക്കാൻ വേണ്ടി രാജ്യമെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളെയും അടച്ചപമാനിച്ച് സ്വർണ്ണം വാങ്ങിയിട്ടെന്ന കാര്യം, വിദേശത്ത് യാത്ര നടത്താൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഓടിപ്പോയി ടിക്കറ്റെല്ലാം ബുക്ക് ചെയ്യുന്ന രാജ്യം, അഭ്യർത്ഥന പോലെ പറഞ്ഞ കാര്യങ്ങളെ എതിർക്കുന്ന ജനങ്ങൾ, ഇതെന്ത് പരിപാടിയാണ്? എനിക്കതല്ല, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ എല്ലാത്തിനും കൊടി പിടിച്ച് രാഹുൽ ഗാന്ധി ഇങ്ങനെ ഇറങ്ങാണ്. ചരിത്രം പറഞ്ഞിട്ടും നല്ലതാണെന്ന് മനസ്സിലാക്കിയിട്ട് പോലും അദ്ദേഹം എന്തിനാണ് ഇതിനെ എതിർക്കാൻ കാണിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. അത് കാണിക്കുന്ന മനസ്സ് തീർത്തും രാജ്യവിരുദ്ധമാണ്. രാഷ്ട്രീയപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി BJPക്കും എതിരെയാണെന്ന് ഒരു സത്യം തന്നെയാണ്. എന്നാൽ നമ്മൾ കാണേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി, അതല്ലേ നമ്മൾ കാണേണ്ടത്? ഭരണം. ഇനി ഭരണത്തിന് കീഴിൽ നിങ്ങൾ സ്വന്തം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇത് രാഷ്ട്രീയപരമായ തീരുമാനമായി കാണാതെ ഇരിക്കുന്നതാണ് നമുക്ക് നല്ലത്, ഭാവിയിലേക്ക് നല്ലത്. ഇവിടെ നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് BJP വിരുദ്ധം എന്നതുകൊണ്ട് അത് മാറിത്തിരിഞ്ഞ് രാജ്യവിരുദ്ധമായി മാറുന്നത് മാത്രമാണ് സത്യം. സോ തിരിച്ചറിയുക, ഇത്തരം കാര്യങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. രാജ്യം വരെ, രാഷ്ട്രീയം വരെ.